ഒരു കൊച്ചു ശ്രീകൃഷ്ണ ഓയിൽ മില്ലിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ കൊപ്ര തൻ്റെ കൊപ്രയാണോ? കൊപ്ര നല്ല കൊപ്രയാണല്ലോ, വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നാളികേരം ഇല്ലാണ്ടായി തുടങ്ങി. തെങ്ങ് മുഴുവൻ പോയി. ഒരു നാളികേരം കിട്ടാൻ വിഷമമാണ്. എന്നാലും തൻ്റെ പളിപ്പിൽ നാളികേരം വെട്ടി വെച്ചില്ലേ, നന്നായി. നല്ല പഴുപ്പിൽ നാളികേരമാണല്ലോ. ഇതിപ്പോൾ ആദ്യം നല്ല വെളിച്ചെണ്ണ കിട്ടും, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യില്ല. ആൾക്കാർക്ക് മുഴുവനും വേണ്ടാന്ന് വെച്ചിരിക്കണേ. നമ്മുടെ വെളിച്ചെണ്ണ ആട്ടി ഉപയോഗിക്കുന്ന സ്വാദ് തനിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കൊപ്ര ആക്കുന്നത്. ഇത് നിസ്സാര പണിയുള്ളൂ. നമ്മൾ നല്ല നാളികേരം പൊടിച്ച് വെട്ടി അരമണിക്കൂർ കമത്തി വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ അംശം പോയിട്ട് മലത്തി വയ്ക്കുക. അങ്ങനെ ഒരു 5-6 ദിവസം വെച്ച് കഴിഞ്ഞാൽ ആ കൊപ്രയിട്ട് എടുക്കാം. കൊപ്ര 6-7 ദിവസം ഏതാനും അത് ഒരു കട്ടറാവും. അത് കുഴപ്പമില്ല, അതുകൊണ്ട് ചെറുതാക്കി ആക്കി വെളിച്ചെണ്ണ എടുക്കാം. 600-650 വെളിച്ചെണ്ണ കിട്ടും. അത് കൊപ്രയുടെ മെരുക്കോലിരിക്കും. നല്ല പഴുപ്പുള്ള നാളികേരാണെങ്കിൽ 650, അല്ലെങ്കിൽ മിനിമം 600 ഉറപ്പാണ്. അപ്പോൾ എന്താ പറയുക, 100 നാളികേരം വെട്ടി വെച്ച് കഴിഞ്ഞാൽ 16 കിലോ കൊപ്ര ഉണ്ടാവും. 16 കിലോ കൊപ്ര ആട്ടിയ 10 കിലോ എണ്ണ കിട്ടും. 10 കിലോ എണ്ണ കിട്ടിക്കഴിഞ്ഞാൽ കാശ് ശരിയായി. എല്ലാവർക്കും പറയുമ്പോൾ സമയമില്ല. എവിടെ സമയമില്ലെന്നാ പറയുന്നത്? സമയമില്ല, എന്തിനും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണ കൂട്ടാൻ തന്നെപ്പോലെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അത് മായമില്ലാത്ത വെളിച്ചെണ്ണ ഉപയോഗിക്കാനാണ് ഏറ്റവും നല്ലത്. അത് മായ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ ഒരു വിഷമമില്ല. നാളികേരം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് തിളയ്ക്കണ വെളിച്ചെണ്ണയാണോ അത് ശുദ്ധമായ വെളിച്ചെണ്ണ? പതേണ്ടാണോ അത് മായാണ്? അതുപോലെ പല കണ്ടുപിടുത്തം ചെയ്യാൻ പറ്റും നമുക്ക്. ഈ ആട്ടിയ വെളിച്ചെണ്ണ ഓടിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് 2 ദിവസം വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ച് തെളിഞ്ഞ് കിട്ടും. തെളിയുമ്പോൾ ആ മട്ട് താഴും, വെളിച്ചെണ്ണ മുകളിലേക്ക് വരും. അത് ആ മട്ട് മാറ്റിയിട്ട് വെളിച്ചെണ്ണ എടുക്കണം. അപ്പം പച്ചവെള്ളം പോണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണ എന്തായാലും. ഇതെല്ലാവർക്കും ഉപയോഗിക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ശരീരം സൂക്ഷിക്കാൻ. താൻ എന്തായാലും ആടും മിടുക്കനാണ്.